കാരുണ്യത്തിന്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ രക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഈ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവും. ഫലമായി നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവും. എപ്പോഴും നിങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ അമ്മയായ ഈ സഭയുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഏറ്റവും ഹൃദയത്തുടിപ്പുകൾ നമ്മൾ അനുഭവിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ തമ്മിൽ നല്ല ദൂരമുള്ളതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് വളരെ ചെറുതായിട്ട് കേൾക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ പരമാവധി ഉറക്കെ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു സംഭവം വരും, ഇല്ലെങ്കിൽ ഒന്നും വരില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ വരുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇത് ഭയങ്കര ബോറാവും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ വചനം പറയുകയാണ്, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും ആരാണ്? അനുഗ്രഹീതരാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം വായിക്കുന്നതിൽ ഉത്സാഹമുള്ള ഒരു ജനതയായിട്ട് മാറണം. ഞാൻ എപ്പോഴും ഒരു സമൂഹത്തിന്റെ വളർച്ചയെ അപഗ്രഥിക്കാനുള്ള മാനദണ്ഡമായി എൻ്റെ മനസ്സിലുള്ളത് എത്രമാത്രം ആ സമൂഹം വചനത്തിൽ വളർന്നു എന്നതാണ് ഒരു സഭാ സമൂഹത്തിന്റെ വളർച്ചയെ അളക്കാനുള്ള ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എത്ര കെട്ടിടങ്ങൾ ഉണ്ടെന്നുള്ളതല്ല, എത്ര സ്ഥാപനങ്ങൾ ഉണ്ടെന്നുള്ളതല്ല, എന്തോരം പണമുണ്ടെന്നുള്ളതല്ല, എന്തുമാത്രം ഈ ജനത കർത്താവിൻ്റെ സ്വരത്തോട് ഒരു മമതയുള്ളവരായി മാറി. അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഭ എല്ലാ അർത്ഥത്തിലും വളരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖലകളിലൊന്ന് ദൈവവചനത്തിൽ ഒരു ജനത വളരുക എന്നതാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ പറയുന്നുണ്ട്, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം പറയും, ദൈവവചനത്തെ കുറിച്ചുള്ള അജ്ഞത യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് എന്ന് പറയാമോ? അത് ദൈവവചനത്തെ കുറിച്ചുള്ള അജ്ഞത യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, മനസ്സിലായോ? ഇഗ്നറൻസ് ഓഫ് ദ സ്ക്രിപ്ചർ ഈസ് ഇഗ്നറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയത്തില്ലെന്നാണ് പറയുന്നത്. വചനം അറിയത്തില്ലെങ്കിൽ യേശുവിനെ അറിയത്തില്ലെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു സഭാ സമൂഹം ഇപ്പൊ ഇത് ഒരു താരതമ്യേന പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു സമൂഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഈ 2-3 ദിവസങ്ങളിൽ പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചനത്തിൽ നിന്ന് ഒരഗ്നി സ്വീകരിച്ച്, പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ വചനവർഷത്തിന്റെ വിവിധങ്ങളായ ക്രമീകരണങ്ങൾ വഴി നമ്മുടെ ഉള്ളിലേക്ക് വന്ന ഒരു അഗ്നിയെ സ്വീകരിച്ചിട്ട് അതിനൊരു പരിസമാപ്തിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നടത്തുന്ന കാര്യം. എന്നിട്ട് നമ്മൾ നമ്മുടെ കൂട്ടായ്മകളിലേക്ക് മടങ്ങി ചെന്നിട്ട് ഏതെല്ലാം വിധത്തിൽ ദൈവവചനം ആളുകളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാമോ അതിനുള്ള സംവിധാനങ്ങൾ, പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടാൽ ആ ജനത വളരും. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് ആരോടും വഴക്കുണ്ടാക്കരുത് എന്ന് പറയേണ്ടി വരില്ല. കാരണം അവർക്ക് അറിയാം വഴക്കുണ്ടാക്കാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് വചനം അറിയാവുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്കറിയാം അത് ശരിയല്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എന്നാൽ ഒരു ജനത വചനത്തിൽ ആഴപ്പെട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 2 സ്വരമുണ്ട്. ഒന്ന് ഈ ലോകത്തിന്റെ സ്വരമാണ്, 2 ദൈവത്തിന്റെ സ്വരമാണ്. ഇത് രണ്ടും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. ഇത് രണ്ടും ആന്റിതെറ്റിക്കലാണ്. രണ്ട് എക്സ്ട്രീം, 2 പോളാണ്, 2 ധ്രുവമാണ്. ദൈവം സംസാരിക്കുന്നത് എൻറ്റയർലി വേറൊരു വഴിയാണ്, ലോകം സംസാരിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ വേറൊരു വഴിയാണ്. അപ്പോ നമുക്ക് ഈ ലോകത്തിന്റെ സ്വരം കേട്ട് ശീലിച്ച മനുഷ്യർക്ക് ദൈവത്തിന്റെ സ്വരം പരിചയപ്പെട്ടാൽ, ദൈവത്തിന്റെ സ്വരം ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി ഇൻസ്ട്രക്ഷൻസിന്റെ ആവശ്യമില്ല. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ബൈബിളിൽ കണ്ട, പ്രത്യേകിച്ച് അപ്പസ്തോല രചനകളിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്നെ ആകർഷിച്ചത്, അപ്പസ്തോലന്മാര് ഉദാഹരണത്തിന് റോമാലേഖനം തുടങ്ങുമ്പോ ധാർമ്മിക ഉപദേശത്തിലല്ല തുടങ്ങുന്നത്.
ഞാൻ പറയുന്നത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. മോറൽ ടീച്ചിങ്ങിലല്ല തുടങ്ങണേ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടല്ല അപ്പസ്തോലന്മാര് തുടങ്ങുന്നത്. അപ്പസ്തോലന്മാര് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം, പ്രബോധനം, ടീച്ചിങ്, സത്യം, ട്രൂത്ത്, അതാണ് ആദ്യം പറയുന്നത്. ഉദാഹരണത്തിന് റോമാലേഖനം ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ മോറൽ ടീച്ചിങ് ഇല്ല. ഇങ്ങനെ ജീവിക്കുക, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയില്ല. പാവം ചെയ്യുന്നതൊക്കെ ഉണ്ട്, പക്ഷേ ഒറ്റപ്പെട്ട, അതായത് നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം, എല്ലാവരും പിന്നെ ഉള്ളതിലധികം നന്മ ഭാവിക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ട് കരുതണം, നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാവരുത്, ഇങ്ങനെയൊന്നും പറയുന്നില്ല. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ഈ വിഷയങ്ങളൊന്നുമില്ല. 12ാമത്തെ അധ്യായം മുതലാണ് ആകയാൽ ഈ വചനം കേട്ട, ഈ വചനം ഗ്രഹിച്ച നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ മോറൽ ടീച്ചിങ് ആദ്യം തുടങ്ങിയാനുള്ള കുഴപ്പം എന്താണെന്നറിയാം? ഇതാരും അനുസരിക്കത്തൊന്നുമില്ല. കാരണം അവന്റെ ഉള്ളില് അടിത്തറയില്ല, തിയോളജി ഇല്ല, ദൈവശാസ്ത്രം ഇല്ല, പ്രബോധനം ഇല്ല. ഞങ്ങൾ പറയുകയാണ്, നീ അങ്ങനെ പള്ളിയിൽ വന്ന് ബഹളം ഉണ്ടാക്കരുത്. എന്ത് കാര്യം? അവൻ നാളെ വന്ന് ബഹളം ഉണ്ടാക്കും. എന്താ കാര്യം? അവന്റെ ഉള്ളില് എന്തുകൊണ്ട് ബഹളം ഉണ്ടാക്കരുത് എന്നവനെ പ്രബോധിപ്പിക്കുന്ന പ്രബോധനം കിടപ്പില്ല. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ട് നമ്മൾ വെച്ചാൽ ഈ വചനം ഉറപ്പിക്കപ്പെടാതെ ഒരു ജനത വളരില്ല. അതുകൊണ്ടാണ് അത്രയും ആഴത്തിൽ നമ്മുടെ തലമുറയെ ദൈവത്തിന്റെ സ്വരം പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ പറയുകയാണ്, ഇത് വായിച്ചാൽ അതിന് അനുഗ്രഹമുണ്ട്. മാത്രമല്ല എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം അതിശക്തമായി ജീവിതങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് ഫലം ഉണ്ടാവും. യെശയ്യാ 55:10 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ബൈബിൾ ഉള്ളവരെടുത്തിട്ട് ഉറക്കെ വായിച്ച് എന്നെ ഒന്ന് സഹായിക്കാം. യെശയ്യാ പ്രവചനം 55, ഐസായ 55:10. യെശയ്യാ 55:10 മുതൽ. മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വരുന്നു. ഇവിടെ വായിക്കാമോ? മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വരുന്നു, അങ്ങോട്ട് തിരികെ മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അതായത് ഇത്രയേ ഉള്ളൂ. മഴ പെയ്യുമ്പോ അല്ലെ മഞ്ഞ് വീഴുമ്പോ നമ്മൾ വരുന്നത്, നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ആകാശത്തു നിന്നും വരുന്നു. ഇനി വന്ന ഉടനെ അത് തിരിച്ചു പോകുന്നില്ല. തിരിച്ചു പോകാതെ എന്ത് ചെയ്യുന്നു? ഭൂമിയെ നനയ്ക്കുന്നു. ഇനി ഭൂമിയെ നനച്ചു കഴിഞ്ഞാൽ, ഈ മഴയും മഞ്ഞും ഭൂമിയെ നനച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്താണ്? എന്താണ്? അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. 2 കാര്യങ്ങളാണ്. അതായത് ഈ മണ്ണിനെ നനച്ചു കഴിഞ്ഞാൽ സസ്യങ്ങൾ മുളയ്ക്കുന്നു. സസ്യങ്ങൾ 2 കാര്യം തരുന്നു. 1 വിത്ത്, 2 ചോറ്. വിത്തും ചോറും എന്ന് പറഞ്ഞാൽ ഇന്നത്തേനുള്ളത് ആഹാരം, നാളത്തേനുള്ളത് വിത്ത്. ഇന്ന് വേണ്ടതും തരും, നാളത്തേക്ക് വേണ്ടതും തരും. വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. അടുത്ത വാക്യം. അതായത് മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വന്നിട്ട് തിരിച്ചു പോവാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും എങ്ങനെ തന്നെ എങ്ങനെ തന്നെ ഈ മഴ പോലെ, ഈ മഞ്ഞ് പോലെ അതെന്ത് ചെയ്യുന്നു? അത് വിതയ്ക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ, അത് വന്ന് വീഴുന്ന സ്ഥലങ്ങളിൽ ആ മണ്ണിനെ നനയ്ക്കും, അവിടെ അത് മുളപ്പിക്കും. അത് ഇന്ന് വേണ്ടതും നാളെ വേണ്ടതും നമുക്ക് തരും. ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളത് തരും, നാളെ നിത്യതയ്ക്ക് വേണ്ടത് തരും. അതാ പറയുന്നത്, വിത്തും ചോറും, ചോറും വിത്തും, ഇന്ന് വേണ്ടതും നാളെ വേണ്ടതും. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. അടുത്ത വാക്യം, ഫലരഹിതമായി. അത് മാത്രം നിറക്കെ പറഞ്ഞേ, ഫലരഹിതമായി. അത് ദൈവത്തിന്റെ വചനമാണ്. ഇത് ഫലമില്ലാതെ തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഇതാണ് വചനത്തിന്റെ പ്രത്യേകത. അതായത് ഒരു വചനം പോലും പാഴായി പോകില്ല. വിതയ്ക്കപ്പെട്ട ഒരു വചനം പോലും വെറുതെ പോകില്ല. അത് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം കർത്താവിന്റെ ഉദ്ദേശം നിറവേറ്റും. ദൈവം ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ വചനത്തെ അത്രയും ഗൗരവമായിട്ട് എടുക്കണം. തിമോത്തിയോട്
അപ്പോസ്തലനായ പൗലോസ് ഇതിനെ കുറിച്ച് വളരെ ഗൗരവതരമായ ഒരു ഉപദേശം കൊടുക്കുന്നു. തിമോത്തിയോസിന് പൗലോസ് എഴുതിയ ലേഖനം, അതിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ ദൈവവചനത്തെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ്. വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 15, 16, 17 ഉറക്കെ വായിക്കാമോ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. കേട്ടോ, ഇത് ബാല്യം മുതലേ പഠിച്ചറിയണം. ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണം. കർത്താവിന്റെ വചനത്തോട് ഒരു താല്പര്യവും പരിചയവും ശ്രദ്ധയും ചെറുപ്പം മുതലേ തിമോത്തിയോട് പറയുകയാണ്. തിമോത്തിയോട് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഇതിന് തൊട്ടു മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, നിന്റെ അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്ന വിശ്വാസം നിനക്ക് ഉണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. പിന്നെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ വിശ്വാസം പഠിപ്പിച്ചിരുന്ന ഒരു കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ആര് ജനിച്ചത്? തിമോത്തി ജനിച്ചത്. അപ്പൊ അതുകൊണ്ട് തിമോത്തിയോസിനോട് അപ്പോസ്തലൻ പറയുകയാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ ഈ ബാല്യം മുതലേ മനസ്സിലായി. കാരണം എന്താ പറയാ, മാതാപിതാക്കന്മാര് വളരെ വിശ്വാസമുള്ളവരായിരുന്നു. ഈ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 തിമോത്തി ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേഖനം 2 തിമോത്തി 1 വാക്യം 5 എന്ന് വായിക്കാമോ? നിന്റെ നിർവ്യാജമായ വിശ്വാസം എന്ന് പറഞ്ഞേ, നിന്റെ നിർവ്യാജം, വ്യാജമല്ലാത്ത വിശ്വാസം, നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. എന്തുകൊണ്ടത്? നിന്റെ വല്യമ്മയായ ലോവീസിനും അമ്മയായ യൗനിക്കയ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന്. വല്യമ്മയ്ക്കും അമ്മയ്ക്കും, വല്യമ്മയായ ലോവീസിനും അമ്മയായ യൗനിക്കയ്ക്കും ഉണ്ടായിരുന്ന അതേ വിശ്വാസം നിനക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ചെറുപ്പം മുതലേ വല്യമ്മച്ചിയും അമ്മയും തിമോത്തിയോസിനെ തിരുവെഴുത്തുകൾ പഠിപ്പിച്ചിരുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ പഠിപ്പിച്ചിരുന്നു. അത് അപ്പോസ്തലൻ ഓർക്കുകയാണ്. 15-ാമത്തെ 3:15 വായിക്കാം. 3:15 യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ. 16-ാമത്തെ വാക്യം, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. ദൈവനിവേശിതം, ഇതിന് ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ, ഒറിജിനലിനോട് ഏറ്റവും നീതി പുലർത്തുന്ന ട്രാൻസ്ലേഷൻ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, ദൈവനിശ്വാസിതമാണ്. അതാണ് അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. ദൈവനിവേശിതം എന്ന് പറയുമ്പോൾ അത് അത്ര ഒരു സംഭവം അതിനകത്തില്ല. എന്താണത്? ദൈവനിശ്വാസിതം എന്ന് പറഞ്ഞത് ദൈവശ്വാസിതം അല്ലെ ദൈവനിശ്വാസിതം. അതാണ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവത്തിന്റെ നിശ്വാസം. നിശ്വാസം അതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് റൂഹ, റുവാഹ് എന്ന് പറയുന്ന വാക്കാണ്. റുവാഹ്, റൂഹ. ആരാത്? പരിശുദ്ധാത്മാവ്. അത് പറയാണ്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവത്തിന്റെ നിശ്വാസം, ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ ചൈതന്യം, അത് പതിഞ്ഞു കിടക്കുന്നതാണ്. ദൈവത്തിന്റെ നിശ്വാസം പതിഞ്ഞു കിടക്കുന്നതാണ് വിശുദ്ധ ലിഖിതം. അപ്പൊ എന്താണെന്നറിയോ, നിങ്ങൾ വിശ്വാസത്തോടെ ബൈബിൾ ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കർത്താവിന്റെ നിശ്വാസം വന്നടിക്കും, കർത്താവിന്റെ സാന്നിധ്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യേശുവിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നിറയാനുള്ള ഏറ്റവും എളുപ്പ വഴി ദൈവവചനം ക്രമമായി അച്ചടക്കത്തോടെ വായിക്കാൻ പോകാം. പരിശുദ്ധാത്മാവ് നിറയാനുള്ള ഏറ്റവും എളുപ്പ വഴി, ഇത്തിരി ഒന്നും അല്ലാതെ പോയി കരയൊന്നും വേണ്ട, വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. സമയം കിട്ടുമ്പോഴെല്ലാം വചനം വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക. പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം, പ്രസൻസ് നമ്മളിൽ ഇങ്ങനെ കൂടി 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 വരും. കാരണം വചനത്തിൽ എന്ത് കിടപ്പുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിശ്വാസിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന്, അതായത് നേരത്തെ പറഞ്ഞു, ഈ
വചനം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് സ്വാഭാവികമായിട്ടും പ്രാപ്തനാവും. ദൈവവചനം അറിയാവുന്നവനെ തിരുത്താൻ എളുപ്പമുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. കറക്ഷൻസ് അപ്പം സ്വീകരിക്കും. വചനം അറിയാവുന്നവനെ കറക്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം അവന്റെ ഉള്ളില് എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് വചനം കിടപ്പുണ്ട്. അതുകൊണ്ട് നീ ഇപ്പൊ ചെയ്ത് ശരിയല്ല കേട്ടോ, ഇപ്പൊ ചെയ്ത് ശരിയാ നീ മനസ്സിലായി നമുക്ക് പറയും. ദൈവവചനം അറിയാത്തവനെ തിരുത്താൻ പറ്റുമോ? പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെ എന്ത് ചെയ്യും? അവന് കാട്ടിലെ നിയമമാണ്, അല്ലെ ലോകത്തിലെ നിയമമാണ്, അവന് വേറെ എന്തെങ്കിലും അവൻ കാണുന്ന മറ്റ് സംവിധാനങ്ങളിലുള്ള നിയമമാണ് അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം അറിയാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് ദൈവവചനം അറിയാവുന്ന ഒരു 10 പേര് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഭയങ്കര എളുപ്പമാണ് അവരെ ഹാൻഡിൽ ചെയ്യാൻ. കോംപ്ലിക്കേഷൻ ഇല്ല. എന്തെങ്കിലും കുറവ് വന്നാലും പെട്ടെന്ന് കറക്റ്റ് ചെയ്തെടുക്കുക എളുപ്പമാണ്. നമുക്ക് എളുപ്പമാണ്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ശരിയാണല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ജനം വഴിതെറ്റുന്നത് വചനം അറിയാത്തത് കൊണ്ടാണ്. വചനം അറിയാതെ ഞാൻ പറയുമ്പോൾ ഇരുന്ന് കർത്താവിന്റെ വചനം ഇങ്ങനെ വായിച്ച് 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 നമ്മുടെ തലയില് വചനം ഇങ്ങനെ ഒത്തിരി കയറി കിടക്കണം. അപ്പൊ അതാണ് പറയുന്നത്, എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പ്രാപ്തനാവുകയും ചെയ്യുന്നു. ഇനി യെശയ്യാ പ്രവചനത്തിന്റെ നിങ്ങൾ എടുത്ത് വായിക്കണേ. യെശയ്യാ പ്രവചനത്തിന്റെ 34 എടുക്കുക. യെശയ്യാ 34, യെശയ്യാ പ്രവചനം 34 അധ്യായം 16 വാക്യം. ഐസയ്യാ 34:16. യെശയ്യാ വായിച്ചോ. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന ഒരു ഭൗതിക വിഷയമാവട്ടെ ആത്മീയ വിഷയമാവട്ടെ, അതിനുള്ള ഉത്തരം കർത്താവിന്റെ വചനത്തിൽ ഉണ്ട്. നമ്മൾ ഏത് പ്രതിസന്ധിക്കും ഉത്തരം കർത്താവിന്റെ വചനത്തിലുണ്ട്. ഇത് നമ്മൾ ഈ ആത്മാവിൽ വചനം വായിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. നമ്മുടെ ജീവിതത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഏത് പ്രയാസത്തിന്റെയും മറുപടി, ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ബൈബിളിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് വചനം പറയുകയാണ്, കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട വചനങ്ങളല്ല, ഏത് വചനത്തിന്റെയും വ്യാഖ്യാനം ഈ വചനത്തിൽ തന്നെ കിടപ്പുണ്ട്. ഇണവചനം. അപ്പോ ഇണയില്ലാതിരിക്കില്ല. എന്തുകൊണ്ടത്? കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇത് ദൈവത്തിന്റെ അധരങ്ങൾ കൽപ്പിച്ചതാണ്, അവിടുത്തെ ആത്മാവാണ് ഇത് ഒരുമിച്ച് കൂട്ടിയത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിച്ചു, അവിടുത്തെ ആത്മാവ് അതിനെ ഒരുമിച്ച് കൂട്ടി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം എപ്പോ വചനം വായിച്ചാലും അതിനകത്ത് കിടപ്പുണ്ടെന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒത്തിരി നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഈ വലിയ ദാഹം വചനം വായിക്കാൻ ഉണ്ടാവണം. അസാധാരണമായ കർത്താവിന്റെ ഒരു സാന്നിധ്യം. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, നമ്മളിങ്ങനെ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് വലിയൊരു കൊണ്ട അതിനകത്ത് ദൈവം നോക്കട്ടെ. അത്രയുണ്ട്. സന്തോഷം. അപ്പൊ ഞാൻ പറയാണ്, ഇത് നമ്മളിങ്ങനെ ഇത് വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എന്താണ് ഈ പ്രോഗ്രാം ചെയ്യുന്നതിൽ എനിക്കുള്ള പ്രതിഫലം. എനിക്ക് എന്താ കിട്ടാൻ പോണേ ഇതിൽ നിന്ന്? എനിക്ക് കിട്ടുന്നത് എന്താണെന്നറിയാം? എനിക്ക് എന്തോ ഒരു അനുഗ്രഹമാണ് ദൈവം ഓരോ ദിവസവും തരുന്നത്. സാക്ഷ്യമായിട്ട് കണ്ടാൽ എന്ന് പറഞ്ഞാല് 100 കണക്കിന് പ്രയാസങ്ങൾ നമ്മൾ മനുഷ്യരല്ലേ ചുറ്റിനുമുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസവും പ്രതിസന്ധിയും വിഷമവും. പക്ഷേ ഈ വചനം വായിച്ച് നിങ്ങളോടൊപ്പം വായിക്കുമ്പോൾ, അല്ലെ നിങ്ങൾക്ക് മുമ്പേ വായിച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തോരം ദൈവത്തിന്റെ ഒരു നടത്തിപ്പാണ് ഈ വചനം. ഞാൻ ഓർക്കാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ വർഷമാണ് 2025. അത് ഈ വചനം ഇങ്ങനെ ഇരുന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് നേരത്തെ, എന്നാലും ഇരുന്ന് ഒരിക്കൽ കൂടെ വായിച്ച് പഠിച്ച് പങ്കുവെച്ച് പോകാൻ പറ്റുന്ന ഒരു അനുഗ്രഹം ഞാൻ ഓർക്കാണ്. ദൈവമേ, 2025 മുമ്പ് മരിച്ചു പോയായിരുന്നെങ്കിൽ നഷ്ടമായിപ്പോയത്. കാരണം ഈ 2025 ഞാൻ അനുഭവിക്കുന്ന ഒരു ആത്മീയ ആനന്ദം എനിക്ക് ഇതിനു മുമ്പ് ഒരിക്കലും കിട്ടിയിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അത് എന്തോ ഒരു അനുഗ്രഹമാണ് ദൈവത്തിനത്. ഞാൻ പറയുകയാണ്, നിങ്ങൾ വീട്ടിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യണം?
ഇത് കുറേ സമയം ബൈബിൾ വായിക്കണം. എന്തായാലും ഒത്തിരി സമയം നമ്മൾ വെറുതെ പാഴാക്കി കളഞ്ഞില്ലേ? ആവശ്യമില്ലാത്ത, ഒരു കാര്യമില്ലാത്ത, ഗുണപ്പെടാത്ത എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തില് സമയം മുഴുവൻ നമ്മൾ പാഴാക്കി കളഞ്ഞു. ഇനി നമുക്ക് കുറേ സമയം ബൈബിളൊക്കെ എടുത്ത് ഇരുന്ന് വായിക്കാം. അപ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഒന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. അതെനിക്ക് മനസ്സിലാവും, കാരണം എനിക്കും അങ്ങനെയായിരുന്നു. ഒന്നും മനസ്സിലാകത്തില്ല, ഒരു വകയും മനസ്സിലാകത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? നിങ്ങൾ ഒരു തീരുമാനത്തെ പ്രതി ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കുക. ഒരു തീരുമാനം, അത് കർത്താവിനോടൊരു സ്നേഹത്തെ പ്രതി വായിക്കുന്നത് മനസ്സിലാവുന്നില്ല, മനസ്സിലാവണ്ട. കുറെ കഴിയുമ്പോഴല്ലോ ഈ ജ്ഞാനം ഉറയ്ക്കുന്നത് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ഉണ്ട് എല്ലാത്തിനും. ബൈബിൾ വായിക്കുമ്പോൾ ഒരു 8-10 ദിവസത്തേക്ക് പ്രത്യേകിച്ചൊന്നും യാതൊരു ഫീലിംഗും ഉണ്ടാവണമെന്നില്ല, ഒന്നും മനസ്സിലാവണമെന്നില്ല. പക്ഷേ ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു തരാൻ പോകുന്നത് കുറച്ച് നമ്മളൊന്ന് സ്ഥിരതയോടെ നിന്ന് കഴിയുമ്പോഴായിരിക്കും. ആര് കുറ്റം പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ നമ്മളെ വിമർശിച്ചാലും ഒന്നും നമ്മൾ ഗൗരവമായിട്ട് എടുക്കരുത്. ഒരു വചനം വായിച്ചേ, പ്രഭാഷകൻ 4:17. പ്രഭാഷകൻ 4:17. പ്രഭാഷകൻ 4:17. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും, തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ എന്ന് പറഞ്ഞ ആരാ? ജ്ഞാനം നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഈ പ്രോസസ്. ഈ ആദ്യം കുറച്ച് ഡ്രൈ ഡേ ആണ്. ആദ്യം ഒന്നും മനസ്സിലാക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. അന്നേരമാണ് ലോകത്ത് കുറ്റം പറയാത്തവരെല്ലാം കുറ്റം പറയാൻ തുടങ്ങും. അപ്പോഴെന്ത് ചെയ്യണം? അതിന്റെ പുറകെ പോകരുത്. എന്നാ കുറ്റം പറഞ്ഞവരോടെല്ലാം ചെന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ചാണ് എന്നൊന്നും പറയാൻ പോകരുത്. അതിനൊന്നും വെറുതെ സമയം കളയരുത്. എന്ത് ചെയ്യണം? നിങ്ങളെ ദൈവം പ്രേരിപ്പിച്ച ആത്മീയ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ കുറച്ച് കഴിയുമ്പോ വിശ്വാസം നിങ്ങളിൽ ഉറച്ചു എന്ന് തോന്നുമ്പോ, നിങ്ങൾ ഈ പരീക്ഷണത്തെ അതിജീവിക്കും എന്ന് തോന്നുമ്പോ, വലിയ പരീക്ഷണമൊന്നും വരില്ല. നിങ്ങളുടെ വീടിന്റെ മുമ്പിലുള്ള മല പിളർന്ന് താഴോട്ട് വരിക, നിങ്ങൾ സുനാമി ഉണ്ടാവുക, വെള്ളപ്പൊക്കം അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, മലവെള്ളം ഇറങ്ങി വരുന്നൊന്നും ഉണ്ടാവത്തില്ല. ഇത്രയേ ഉള്ളൂ. ഈ വായിക്കുമ്പോഴൊന്നും വായിക്കണ്ടെന്ന് തോന്നും. ലോകത്തെങ്ങും ഇല്ലാത്ത ക്ഷീണം വരാൻ തുടങ്ങും. ഇന്ന് വരെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നവർക്ക് എപ്പോഴും കിടക്കാൻ തോന്നും. ബൈബിൾ വായിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കാണാം. അത് മൈൻഡ് ചെയ്യും, പിന്നെ വായിക്കും. പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല, വീണ്ടും വായിക്കും. വായിച്ചിരിക്കുമ്പോൾ ഒരു സ്റ്റേജ്, ഈ ആദ്യത്തെ പരീക്ഷണത്തിന്റെ ഒരു സ്റ്റേജാണ്. ഞാൻ അത് അത്രയും പ്രാക്ടിക്കലായിട്ട് പറയുന്നത്. ഇതൊക്കെ നമ്മളെല്ലാം കടന്നു പോകുന്ന സ്റ്റേജാണിത്. ആദ്യമൊക്കെ നമ്മൾ വലിയ ആവേശത്തോടൊക്കെ ഇരിക്കും, ഒന്നും പറ്റില്ല. കുറച്ചൊക്കെ വായിക്കുമ്പോൾ തന്നെ ഉറക്കം വരും നമുക്ക്. അന്നേരമാണ് നമുക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ പുതിയ എന്താണ് വന്നിട്ടുള്ളത് നോക്കാനൊക്കെ തോന്നുന്നത്. അപ്പൊ അത് വരും. ലോകത്തെങ്ങും ഇല്ലാത്ത എല്ലാ ടെംപ്റ്റേഷനും അന്നേരം വരും. അത് മൈൻഡ് ചെയ്യരുത്. എന്ത് ചെയ്യണം? പിന്നെ വായിക്കാം, അടുത്ത ദിവസം വായിക്കാം. നിങ്ങളൊരു 10-25 ദിവസം അങ്ങനെ അങ്ങോട്ടൊന്ന് വായിച്ചു പോകെ. അത് കഴിയുമ്പോഴല്ലോ ഒരു സംഭവം കൊണ്ട് തുറക്കാൻ തുടങ്ങും. ജീവനുണ്ടോ ശരിക്കും എന്ന് നമുക്ക് തോന്നും. അതുപോലാണ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ അപ്പം സംസാരിക്കും. അത് ചിലപ്പോൾ ഓർമ്മപ്പെടുത്തി തന്നുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ബൈബിൾ തുറക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലെങ്കിലും ആയിരിക്കും. ആ ജ്ഞാനം ഇങ്ങനെ നമ്മളെ കേട്ടുകൊണ്ട് അടുത്തിങ്ങനെ നിൽപ്പുണ്ടെന്ന് നമുക്ക് തോന്നും. അത്രയും ഒരു ബന്ധം വചനത്തോടെ ഉണ്ടാവണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി പോയിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് മടുത്തെന്ന് പറഞ്ഞ് ഉറങ്ങില്ല, കുറച്ച് ബൈബിൾ വായിച്ചിട്ട് ഉറങ്ങാം. കുറച്ചു നേരം കൂടെ കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വചനം വായിച്ചിട്ട് ഉറങ്ങുക. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് നമ്മൾ വായിക്കണം. അങ്ങനെ കണ്ടുപിടിച്ച് വായിക്കുമ്പോൾ ഒത്തിരി അഭിഷേകങ്ങൾ ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ഞാൻ പറയാൻ പോവാണ്. ഒരു നല്ല ശ്രദ്ധ എനിക്ക് നിങ്ങൾ തരണം, നല്ലപോലെ എന്നെ ശ്രദ്ധിക്കണം. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഈ ദൈവവചന വായനയിലൂടെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെന്താണെന്നറിയാം?
അതിന് ഞാൻ ബൈബിൾ വായിക്കാൻ, ഈ ബൈബിൾ വായന പദ്ധതി തുടങ്ങിയ കാലം മുതൽ ഞാനിങ്ങനെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഇത്തിരി ഇഷ്ടക്കേടോടുകൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്തിനാണ് ഈ ബൈബിൾ കഥ എന്ന് പറയുന്നത്? ഇത് സംഭവമല്ലേ, ഇത് കഥയാണോ എന്ന് പറയും. അപ്പൊ ഞാൻ സ്റ്റോറി അതായത് എന്താണ്, ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാകര കഥ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു സങ്കടമാണ്. അതങ്ങനെ പറയില്ല, അത് സംഭവമല്ലേ. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനത് മാറ്റിയിട്ടില്ല. ആ കഥ എന്താണെന്നറിയാം, കഥയെന്ന് പറഞ്ഞാൽ ബാലരമയിലെ കഥ നല്ലത്. അത്യാവശ്യം കുറച്ച് പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്കറിയാം. സ്റ്റോറി എന്ന് പറഞ്ഞാല് അത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ ഈ കാണുന്ന ബാലരമ ബാലമംഗളത്തിലെ കഥ എന്ന അർത്ഥത്തിലല്ലത്. അതിന് വേറൊരു വാക്ക് ഉപയോഗിച്ച ആളുകൾക്ക് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന കഥയാണ്. ഇതിന്റെ പേര് നരേറ്റീവ് എന്നാണ്. നരേറ്റീവ് എന്താ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെ? നരേറ്റീവ് എന്നെ ശ്രദ്ധിച്ചു. നമ്മളെല്ലാം ഒരു പ്രത്യേക വിധത്തിൽ പെരുമാറുന്നതും ചിന്തിക്കുന്നതും ഇടപഴകുന്നതുമെല്ലാം നമ്മുടെ തലയിൽ കിടക്കുന്ന ഒരു നരേറ്റീവിന്റെ വെളിച്ചത്തിലാണ്, ഒരു കഥയുടെ വെളിച്ചത്തിലാണ്. എല്ലാവരുടെയും തലയിൽ ഓരോ കഥ കിടപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോ നമ്മൾ പറയാണ്, ആണും തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല. നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയും. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? ആണും കല്യാണം കഴിക്കാം എന്ന് പറയുന്നവരപ്പുറത്തുണ്ട്. നിങ്ങൾ പറയുന്നു ആണും കല്യാണം കഴിക്കാൻ പാടില്ല, പെണ്ണും കൂടെ കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിക്കുകയാണെങ്കിൽ ആരൊക്കെ തമ്മിൽ കല്യാണം കഴിക്കണം? ആണും പെണ്ണും ചേർന്നാണ് കല്യാണം. എന്നെ ശ്രദ്ധിക്കുക. നിങ്ങളിങ്ങനെ പറയുന്നു ആണും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിൽ കിടക്കുന്ന ഒരു കഥയുടെ വെളിച്ചത്തിലാണ്, ഒരു നരേറ്റീവിന്റെ വെളിച്ചത്തിലാണ്. നമ്മുടെ തലയില് ഒരു കഥ കിടപ്പുണ്ട്, ഒരു കഥ. ആ കഥ അനുസരിച്ച് ഇത് തെറ്റാണ്. നിങ്ങൾ പറയുന്നു, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇടുക്കി ഭാഗത്തു നിന്ന് ഒരു അമ്മ എന്നെ വിളിച്ചു. അപ്പൊ അവരെന്നോട് പറയുകയാണ്, അച്ഛാ എന്നോട് പ്രാർത്ഥിക്കാൻ, ഞങ്ങൾ തകർന്നിരിക്കുകയാണ്, മനസ്സിന് സുഖമില്ലാത്ത ഒരു ആള് വീട്ടിലുണ്ട്, അയൽവക്കക്കാര് വഴി തരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, വഴി അടയ്ക്കരുത്, ദൈവം വഴി അടയ്ക്കും കേട്ടോ. ദൈവം നമ്മുടെ മൊത്തം വഴി അടച്ചുകളെ. പിള്ളേരുടെ പോയാൽ ശരിയാവത്തില്ല, പിന്നെ തലമുറ പോയാൽ ശരിയാവത്തില്ല. ആരുടെയും വഴി തടയരുത്. അത് കേട്ടോണം, ശ്രദ്ധിച്ചോണം. ഒരിക്കലും ചെയ്യരുത്. ചെയ്താൽ പിന്നെ കിടന്ന് ധ്യാനകേന്ദ്രങ്ങൾ മുഴുവൻ ഓടിയാലും ഒരു പരിഹാരമുണ്ട്. ഞാൻ ഈ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എന്റെ തലയിലുണ്ട്. വഴി അടയ്ക്കരുത് കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഈ വരുന്ന വഴിക്കൊക്കെ ഓരോരുത്തരെയും കൊണ്ട് ദൈവം വിളിപ്പിക്കുന്നത് ഇവിടൊക്കെ അതുപോലെ കാണും, ഓരോന്ന് വഴി കൊടുക്കാത്തത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ പാവ അമ്മ ഇടുക്കിക്കാരി അമ്മച്ചിയെ കരഞ്ഞോട് പറയുകയാണ്, അച്ഛാ പ്രാർത്ഥിക്കണേ അച്ഛാ, ഒരു വഴിയില്ല, ദൈവം മാത്രമേ ഉള്ള ആശ്രയം. മനസ്സിന് മാനസിക രോഗമുള്ള ഒരാൾ വീട്ടിലുണ്ട്, വഴിയില്ല. ക്രിസ്ത്യാനികളുടെ വിശ്വാസികളാണ് അപ്പുറത്തുള്ളത്, വഴി കൊടുത്തിട്ട് ഗേറ്റ് ഇട്ട് കൂട്ടിയിട്ടിരിക്കും. പിന്നെ അവർക്ക് പണവും സ്വാധീനവും ഉള്ളതുകൊണ്ട് എല്ലാവരും അവരുടെ കൂടെ. അമ്മ പറഞ്ഞ വേർഷനെ നമുക്ക് അറിയത്തുള്ളൂ, എന്താ വാസ്തവം എന്നൊന്നും അറിഞ്ഞൂടാ. ഏതായാലും ഞാൻ ഓർക്കാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പാവപ്പെട്ട കുടുംബത്തിന് നടന്നു പോകാൻ വഴി തടയാൻ പാടില്ല. അതിനിപ്പോ എല്ലാ മുടക്കുണ്ടെങ്കിലും അവർക്ക് വഴി കൊടുക്കണം. അവർക്ക് വഴിയില്ലെങ്കിൽ, മനസ്സിലായോ? അവർക്ക് വലിയ നാഷണൽ ഹൈവേ ഉണ്ട്, എന്നാലും നിങ്ങളുടെ പറമ്പിൽ കൂടെ പോകും, കൊടുക്കണമെന്നൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? വഴിയില്ല, ഈ കുടുംബത്തിന് വഴിയില്ല. അപ്പൊ ഒരാൾ പറയാണ്, അങ്ങനെ വഴിയെന്ന്, അങ്ങനെ എന്റെ പറമ്പിൽ കൂടെ അവള് പോകണ്ട എന്ന് പറയുന്നത് അയാളുടെ തല കിടക്കുന്ന ഒരു കഥയുടെ വിളിച്ചത് നരേറ്റീവ്. നമ്മുടെ വാക്കുകള്, നിലപാടുകള്, പ്രവൃത്തികളെല്ലാം സ്വാധീനിക്കുന്നത് നമ്മുടെ തലയിൽ കിടക്കുന്ന കഥയാണ്, സ്റ്റോറി. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത ക്രമത്തിലേക്ക് വരണമെങ്കിൽ ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞ കഥ, നരേറ്റീവ്, അത് നമ്മുടെ തലയിലുണ്ടാവും. നിയമാവർത്തന പുസ്തകത്തിൽ മോശ
ഇസ്രായേൽ മക്കൾ കാനാൻ ദേശത്തേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് മോവാബ് സമതലത്തിൽ അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾ വേറൊരു നാട്ടിലേക്ക് പോകാൻ പോവാണ്. വേറൊരു കഥയുള്ള നാട്, വേറൊരു നരേറ്റീവ് ഉള്ള നാട്, വേറൊരു വിധത്തിൽ ചിന്തിക്കുന്ന ഒരു നാട്, വേറൊരു വിധത്തിൽ പെരുമാറുന്ന ഒരു നാട്, ഒരു തരത്തിലും യാതൊരു സാംസ്കാരിക നിയന്ത്രണങ്ങളുമില്ലാതെ അഴിഞ്ഞാട്ടത്തിന്റെ ജീവിതം നയിക്കുന്ന ദുർനടപ്പുകാരുടെയും മ്ലേച്ഛതകൾ അനുവർത്തിക്കുന്നവരുടെയും ഭയാനകമായ തിന്മകളിൽ ജീവിക്കുന്നവരുടെയും ഒരു നാട്ടിലേക്ക് വേറൊരു കഥ, വേറൊരു നരേറ്റീവ് അതുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾ കയറാൻ പോവാണ്, കാനാൻ ദേശത്തേക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ നിയമാവർത്തന പുസ്തകം വായിക്കുമ്പോൾ പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാവും, ഇത് പുറപ്പാട്, ലേവ്യർ, സംഖ്യ പുസ്തകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വെറുതെ എന്തിനാണ് ഈ മോശ ഒന്നുകൂടെ പറയുന്നത്? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കാലം മുതലുള്ള എല്ലാം പിന്നെ പിന്നെ പറയാം. നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഓൾറെഡി വായിച്ചല്ലേ, പിന്നെന്തിനാണ് മോശ നീ വീണ്ടും പറയുന്നത്? എന്തുകൊണ്ടെന്നറിയാമോ? വേറൊരു കഥയുള്ള, വേറൊരു നരേറ്റീവ് ഉള്ള, വേറൊരു ചിന്താഗതിയുള്ള, വേറെ വിധത്തിൽ ചിന്തിക്കുന്ന ഒരു ജനതയുടെ നടുവിലേക്ക് തന്റെ ജനത്തെ ആനയിക്കുന്നതിന് മുമ്പ് മോശ സമയമെടുത്ത് സീനായി മലയുടെ അടിവാരത്തിൽ വെച്ച്, മോവാബ് സമതലത്തിൽ വെച്ച് ആ ജനത്തോട് ഇസ്രായേലിന്റെ കഥ എന്താണെന്ന് വിശദീകരിച്ചു. നരേറ്റീവ് ഇതാണ് നമ്മുടെ കഥ. ഈ കഥ നിങ്ങൾ മറന്നുപോയാൽ നിങ്ങൾ മറ്റുള്ളവര് പറയുന്ന കഥകൾ വിശ്വസിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയ മാതാപിതാക്കന്മാർ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്നറിയാമോ? ആ നാട്ടിലെ കഥകളാണ് നമ്മുടെ മക്കൾ വിശ്വസിച്ചിരിക്കുന്നത്. അവര് പറയുന്നു, ആണും തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം, ആണിന് പെണ്ണായാലും എന്താ കുഴപ്പം, പെണ്ണിന് ആണായാലും എന്താ കുഴപ്പം എന്ന് അവർ ചോദിക്കുമ്പോൾ എന്താണെന്നറിയാം, അവർക്ക് നമ്മുടെ കഥ അവരുടെ തലയിൽ കയറിയിട്ടില്ല, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ചിന്തിക്കുന്ന ഒരു കഥയുടെ വെളിച്ചത്തിലാണ് കഥ. അത് ബാലരമയിലെ കഥയല്ല. ദൈവം നമ്മളെ കണ്ട വിധം, ദൈവം നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച വിധം, ദൈവജനത്തെ ദൈവം വഴി നടത്തിയ വിധം, അതാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത്. അതാണ് ഈ കഥ. അപ്പൊ ഇതിങ്ങനെ വായിച്ച് അപ്പൊ മോശ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വേറൊരു കഥ തലയിലുള്ള ഒരു ജനതയുടെ നടുവിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിന്റെ സ്റ്റോറി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ കഥ എന്താണെന്നറിയണം, നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്നറിയാം. അത് അവർക്ക് ആദ്യം മുതൽ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി എന്നു കേട്ടെ, ജോഷുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോ മോശ ചെയ്ത ഈ കാര്യം അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ജോഷുവയുടെ കൂടെയുള്ള ശ്രേഷ്ഠന്മാര് പരാജയപ്പെട്ടു. അവിടെ നമ്മൾ കാണുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ ഓരോരുത്തരും തന്നിഷ്ടം പോലെ പെരുമാറാൻ തുടങ്ങി. ഓരോരുത്തരും കാനാൻ ദേശത്തെ ആളുകൾ ജീവിച്ച പോലെ ജീവിക്കാൻ തുടങ്ങി. എന്താ കാര്യം അറിയാമോ? അടുത്ത ജനറേഷന് ഈ സ്റ്റോറി പാസ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ എത്ര സാമ്പത്തികമായിട്ട് വളർന്നാലും, നമ്മൾ എത്ര സാംസ്കാരികമായിട്ട് അഭിവൃദ്ധി പ്രാപിച്ചാലും, നമുക്ക് എത്ര സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിയാലും, ഈ കഥ, ഈ നരേറ്റീവ് അടുത്ത ജനതയ്ക്ക് പാസ് ചെയ്യാൻ നമ്മൾ പരാജയപ്പെട്ടാൽ നമുക്ക് സർവൈവൽ ഇല്ല, നിലനിൽപ്പില്ല, എക്സ്റ്റിങ്ക്റ്റ് ആവും, വംശനാശം. അതാണ് നമ്മുടെ ഭാഗധേയം. കാത്തിരിക്കുന്ന തലവര, നിർണായകമായ വിധി. പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതം മുഴുവൻ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരു ജന്മം മുഴുവൻ തീർത്തി കൊടുത്തിട്ട് ഇത് പഠിക്കണം, പഠിപ്പിക്കണം. പറഞ്ഞു ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അതായിരിക്കും പ്രയോറിറ്റി. കാരണം ഇത് പോയാലെല്ലാം പോയി. നിങ്ങൾ എത്ര 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 ഒരു ജനതയെ വളർത്തിയെടുത്താലും അവർക്ക് നമ്മുടെ കഥ അറിയത്തില്ലെങ്കിൽ പോയി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഗൗരവമുള്ളതാണ് ദൈവത്തിന്റെ വചനം. നമ്മൾ കാണുന്ന പോലെ നിസ്സാരമല്ല. അല്ലാതെ ബൈബിള് നീ ബൈബിൾ വായിച്ചോളാം, ബൈബിൾ വായിച്ചില്ല, അതാ പിന്നെ കുഴപ്പമില്ല, അങ്ങനല്ല. ഇവനിത് അറിയാതെ പോകരുത്, ഈ കുട്ടി ഇത് അറിയാതെ പോകരുത്. ഞാൻ ഇവിടെ ജ്ഞാനകേന്ദ്രത്തിൽ വന്നാണ്. അമേരിക്കയിൽ ഉള്ള ജീവിക്കുന്ന മാതാപിതാക്കന്മാരുടെ മക്കൾ 2 ചെറുപ്പക്കാര്. മൂത്തവൻ വന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വിശുദ്ധയായ ഒരു പെൺകുട്ടിയെ വേണം. സാധാരണ എല്ലാവരും അങ്ങനെ പറയാറുള്ളതാണ്. നമ്മളെത്ര പഴയാണേലും നമുക്ക് വേണ്ടത് ആരെയാണ്? വിശുദ്ധനെയാണ്.
എന്നാൽ ഇവൻ എന്നോട് പറഞ്ഞ ഒരു വാചകം എന്നെ വല്ലാതെ സ്പർശിച്ചു. അവൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് വളരെ ഹോളിയായ ഒരു പെൺകുട്ടിയെ വേണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ ഇത്രയും കാലം എൻ്റെ കുടുംബജീവിതം വിശുദ്ധിയുള്ളതാവാൻ വേണ്ടി ഞാൻ ഇത്രയും കാലം ഞാൻ വിശുദ്ധിയോടെ ജീവിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ വിശുദ്ധി ആ കാര്യത്തിൽ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. എനിക്ക് വിശുദ്ധയായ പെൺകുട്ടിയെ വേണം. എവിടെ ജീവിക്കുന്നത്? അമേരിക്ക. അപ്പൊ അമേരിക്ക ജീവിച്ചോണ്ട് പഴയണമെന്നില്ല. എന്താ കാര്യം അറിയാം? ഇവന് നമ്മുടെ കഥ അറിയാം. ഇവന് കഥ അറിയാം. ഇവനറിയാനില്ല, നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എൻ്റെ ചാരിത്ര്യം, എൻ്റെ വിശുദ്ധി, എൻ്റെ ശരീരത്തിന്റെ വിശുദ്ധി. ഞാൻ അങ്ങോട്ട് കൊടുക്കും, എനിക്ക് ഇങ്ങോട്ടും വേണം. പറഞ്ഞ ഹല്ലേലൂയ. ഇത് മനസ്സിലാവുന്നുണ്ടോ? ബിക്കോസ് അവൻ ആ കഥ അറിയാം. ഇത് ആഴത്തിൽ ഈ കാര്യം നമ്മുടെ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാം? കുറേ കാണാതെ അതിൽ നിന്നെല്ലാം പഠിക്കാൻ ആളുകൾ പഠിച്ചിട്ട് കാറ്റഗറിസത്തിനൊക്കെ നല്ല 100 മാർക്കൊക്കെ വാങ്ങിക്കും. പക്ഷെ ഒന്നും അകത്തോണ്ടാവത്തില്ല. സാധനം പോലും അകത്ത് കയറത്തില്ല. കർത്താവിന്റെ വചനത്തിൽ ആഴപ്പെടുത്തണം. എഴുന്നേൽക്കാവും. എന്റെ കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഒരു വചനത്തിന്റെ വലിയ വ്യാപനവും ഒരു ശക്തിയും വെളിപ്പെട്ട് വരണം. നമുക്ക് നമ്മുടെ സഭയ്ക്കുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്നറിയാം, നമ്മൾ ചെറിയ നമ്പറാണ്. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. നമുക്ക് ഈ നമ്മുടെ ചുറ്റുമുള്ള മറ്റ് സഹോദര സഭകളെ നോക്കുമ്പോൾ നമ്മുടെ അഡ്വാൻറ്റേജ് എന്നറിയാം, നമ്മുടെ നേട്ടം നമ്മൾ കുറച്ച് പേരെ ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. നമുക്ക് എന്ത് കാര്യവും വ്യാപിപ്പിക്കുന്നതിന് വളരെ എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. എന്ത് കാര്യവും നമ്മുടെ ഇടയിൽ പടരുന്നതിന് കുറച്ച് സമയം മതി. അപ്പൊ അതുകൊണ്ട് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. നീ വേറെ ആരെങ്കിലും ചെയ്യും, അച്ഛൻ ചെയ്യും, സിസ്റ്റർ ചെയ്യും, പിതാവ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മളിരിക്കുന്നത്. ദൈവം നമ്മളെ അത് ആരുടെയെങ്കിലും മേളിൽ ഉത്തരവാദിത്തം കെട്ടിവെക്കാനല്ല. ദൈവം വിളിക്കുകയാണ്, നമ്മളെ ഓരോരുത്തരും വിളിക്കുകയാണ്. എന്തിനാണ്? കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന ദൈവത്തിന്റെ സ്വരം. ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, ദൈവം പറഞ്ഞു തന്ന ജീവിതക്രമം ഇതാണ്. ഇത് പകർന്നു കൊടുക്കാൻ, കൈമാറ്റം ചെയ്യാൻ കർത്താവ് വിളിക്കുകയാണ്. ദൈവം നമ്മളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. കർത്താവ് നമ്മളെ മാടി വിളിക്കണം. അതിനെന്തെന്നറിയാം? നമ്മൾ ഈ ദൈവവചനത്തിൽ ആഴപ്പെടണം. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, എനിക്ക് ആദ്യം വേണ്ടത്, കർത്താവെ, എനിക്ക് വചനത്തോട് വലിയ അദമ്യമായ, എനിക്ക് വലിയ അടക്കാനാവാത്ത ഒരു അഭിനിവേശം, ഒരു ആർത്തി ഉണ്ടാവാൻ എന്നെ സഹായിക്കും. ഇന്ന് കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് ശക്തമായിട്ട് ഒരു 10 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന കർത്താവെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധന സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, കൂടാരത്തിൽ ഇറങ്ങി വരണമേ. അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെ പേരും മകളുടെ പേരും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വ്യാപരിക്കുന്നു. വചനത്തോട് ദാഹം കർത്താവെ ഞങ്ങളുടെ സഭ മുഴുവൻ രൂപപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അതിശക്തമായ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ കൂടാരങ്ങളിലെല്ലാം വന്ന് നിറയാൻ ഞങ്ങൾ ശക്തമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിങ്ങളുടെ ശക്തമായ കരം വെളിപ്പെടണമേ, നിങ്ങളുടെ മഹത്വം വെളിപ്പെടണമേ. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാനായി അവിടുന്ന് ഞങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിച്ച ഈശോയേ, ഈശോയേ,
വിശ്വാസത്തിന്റെ ഒരു ശക്തി ഞങ്ങളിൽ ഉണർന്നു വരണമേ. ഗർഭതകളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിനെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രമാണങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവെ തിരിക്കാനൊക്കെ സഹായിക്കണേ. അങ്ങയിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ തിരിക്കണമേ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് വിളിക്കണമേ. കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ ഉജ്ജീവിപ്പിക്കണമേ, ഉജ്ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. യെശയ്യാ പ്രവചനം 66 വാക്യം 2 വായിക്കാം. ഉറക്കവ. വെരി ഗുഡ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ്. അതായത് വചനം വായിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മനോഭാവം. അതാണ് ഇവിടെ യെശയ്യാ 66:2 പറയുന്നത്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാവണം. 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാ അത്? ഒന്നെന്താണ് എളിമ, രണ്ടെന്താണ് അനുതാപം.
ഈ രണ്ട് കാര്യങ്ങള് വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഉള്ളിലുണ്ടാവണം. ഉണ്ടായാൽ കർത്താവിന്റെ കടാക്ഷം നമ്മളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ആത്മാവിൽ വായിക്കാമോ? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ. അപ്പൊ എന്തൊക്കെയാ രണ്ട് കാര്യങ്ങള്? എളിമയും ഉണ്ടാവണം, അനുതാപവും ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ എന്താ? എളിമ. വചനം കേൾക്കുമ്പോ എങ്ങനെ എളിമ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വചനം വായിക്കുമ്പോ, അതായത് ഒത്തിരി പേരുടെ ഉള്ളില്, നമ്മുടെയൊക്കെ ഉള്ളിൽ വചനം കയറാത്തത് എന്തുണ്ടെന്നറിയാമോ? അതായത് എന്തെങ്കിലും കേൾക്കുമ്പോ ഉടനെ ചിന്തിക്കും, ഇതെനിക്ക് അറിയാവുന്നതാണ് ചിന്തിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ഓരോ തവണ വചനം സംസാരിക്കുമ്പോഴും അത് ദൈവത്തിന്റെ ആത്മാവ് പുതിയതായിട്ടാണ് സംസാരിക്കുന്നത്. പറയുന്ന ആള് പഴയതായിരിക്കും, പറയുന്ന വാക്കും പഴയതായിരിക്കും, ബൈബിളിലുള്ള ഒത്തിരി കേട്ടിട്ടുള്ളതായിരിക്കും. എളിമയെന്ന് പറഞ്ഞാല് എപ്പോ ദൈവത്തിന്റെ വചനം വായിച്ചാൽ എത്ര അറിയാവുന്ന ഭാഗമാണെങ്കിലും അതിലൂടെ ദൈവം ഇപ്പോൾ എന്നോട് പുതിയതായി സംസാരിക്കുകയാണ് എന്ന മനോഭാവത്തോടെ വേണം വായിക്കാൻ. ഒത്തിരി പേരുടെ ഉള്ളിൽ വചനം കയറാത്ത എന്തെന്നറിയാം? അപ്പൊ തന്നെ ബുദ്ധി ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും. എന്തെന്നറിയാം? ഇതെനിക്ക് അറിയാവുന്നതാണ്, ഇത് അച്ഛൻ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇത് ഞാൻ ഒത്തിരി തവണ, ഇത് പഠിച്ചാലാണ് എനിക്ക് സമ്മാനം കിട്ടിയത് കാറ്റഗറിസിന്. ബ്ലോക്ക് ചെയ്യും, കയറത്തില്ല. ഒരുപാട് പേരുടെ ഉള്ളില് ദൈവവചനം പ്രവർത്തിക്കാത്തതിന്റെ കാരണം ഈ ബ്ലോക്ക് ചെയ്യുന്നതാണ്. എനിക്ക് അറിയാവുന്നല്ലേ, എന്തോരം നമ്മൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് ശ്രദ്ധിക്കണം, കഥ പറയാണ് ആത്മാവിൽ എളിമയും. ഓരോ തവണ ദൈവം സംസാരിക്കുമ്പോഴും, ഇപ്പോ ഞാൻ ഒത്തിരി തവണ ബൈബിള് പലതവണ വായിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ ഒരു വാക്യം വായിക്കുമ്പോൾ ഇതെനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കിപ്പ് ചെയ്താൽ അവിടെ ഞാൻ ദൈവം എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരത്തെ ബൈപ്പാസ് ചെയ്ത് പോവാണ്. അത് ശരിയല്ല. ഇത് ആരുടെ വചനമാണ്? 1000 തവണ സംസാരിച്ചാലും 10,000 തവണ സംസാരിച്ചാലും 1,00,000 തവണ കേട്ടാലും ഇത് ആരാ സംസാരിക്കണേ? ദൈവം. ദൈവത്തിന്റെ സ്വരത്തെ ബൈപ്പാസ് ചെയ്യരുത്. ഹെബ്രായർ 12:25 വായിക്കുക. ഹെബ്രായർ 12:25 വായിക്കുക. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ തടയാതിരിക്കാൻ, നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ഭൂമിയിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചാൽ എത്ര വലിയ വിപത്താണ് വരാൻ പോകുന്നത്. കർത്താവ് പറയാണ്, ദൈവത്തിന്റെ ആത്മാവ് ഹോളി സ്പിരിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ബ്ലോക്ക് ചെയ്യരുത്. ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ, ഞാൻ എന്തോരം തവണ വായിച്ചിട്ടുള്ളത്. അങ്ങനെ ഒറ്റ ഭാഗം പോലും നിങ്ങൾ ബൈബിളിൽ, ഞാൻ പറയാണ് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയാണ്, എത്ര അറിയാവുന്ന ഭാഗമാണെങ്കിലും ഒരു വചനം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോകരുത്. അതെനിക്ക് അറിയാൻ ചിന്തിക്കരുത്. തീർന്നു, അവിടെ കട്ടായി, ബ്ലോക്കായി, കൃപ തടയപ്പെട്ടു. അത് പരിശുദ്ധ ആ വചനം തിരിച്ചു വരും. പറഞ്ഞ ഹല്ലേലൂയ. അതങ്ങോട്ട് പോലും. അതാണ് ഈ എളിമ എന്ന് പറഞ്ഞാൽ അതവിടെ ഉദ്ദേശിക്കുന്നത്. എളിമ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അറിയാവുന്നതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഒന്നും അറിഞ്ഞോട്ടെ നമുക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടുന്ന അർത്ഥമല്ല 10 കൊല്ലം കഴിയുമ്പോൾ. ഇപ്പൊ ഞാൻ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം. എന്തെന്നറിയാം? ഞാൻ ബൈബിൾ സ്റ്റഡി ഏതാണ്ട് നെഹമ്യ വരെ പഴയ നിയമം ഞാൻ തീർത്ത് കഴിഞ്ഞതാണ് ഓൾറെഡി. ബൈബിൾ സ്റ്റഡി എല്ലാം യൂട്യൂബിലുണ്ട്. ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് അറിയാവുന്ന കാര്യമല്ല ഇപ്പൊ എനിക്കറിയാവുന്നത്. ഇന്ന് വായിക്കുമ്പോൾ വേറെ കാര്യമാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങണം, അങ്ങനെ ഇരിക്കുക. അങ്ങനെ അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. ഇനിയിപ്പോ എല്ലാം ദൈവം ഇനിയെല്ലാം ഒന്നേന്ന് തുടങ്ങണമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ അറിയാം, അത് ഇന്നലെ അറിയാവുന്നതല്ല, ഇന്ന് അറിയാവുന്നേ. ഓരോ വചനത്തിനും ഇന്ന് നമ്മളോട് പുതിയതായി എന്തോ സംസാരിക്കാനുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടാനുണ്ട്. അതൊരു ആശയം തരിക എന്നുള്ളതല്ല, മറിച്ച് ഇത് ഫ്രഷ് ആയിട്ട് കർത്താവ് സംസാരിക്കണം. അപ്പൊ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ആദ്യത്തേത്. ആത്മാവിൽ എന്തുണ്ടാവണം? എളിമ. രണ്ടാമത്തേത് അനുതാപം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കാവോ, വായിക്കുന്നത് ഒരു ഇന്റലക്ച്വൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി, ബുദ്ധിയുടെ സന്തോഷത്തിന് വേണ്ടി ആകരുത്. വായിക്കുന്നത് എപ്പോഴും എന്നോട് ദൈവം പറയുന്നത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഈ മനോഭാവത്തോടാണ് വായിക്കുന്നത്. അപ്പോഴാണ് ഈ വചനം കയറി പ്രവർത്തിക്കുന്നത്.
വചനം പ്രവർത്തിക്കുന്നത് ദൈവവചനം അനുസരിക്കാനുള്ള സന്നദ്ധത. അതായത് എനിക്ക് പോരായ്മയുണ്ട്, എനിക്ക് ഒത്തിരി പ്രശ്നമുണ്ട്, അത് ഞാൻ തിരിച്ചറിയുന്നത് ഒരിക്കലും നമ്മൾ സ്വയം തിരിച്ചറിയില്ല. ഒരാൾക്ക് അയാളുടെ തിന്മയെ മുഴുവൻ കണ്ടെത്താൻ പറ്റില്ല. കാരണം എന്താ പറയാ, നമ്മുടെ മനസ്സ് ഒത്തിരി കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളെ, അല്ലേ? ഒത്തിരി കാര്യങ്ങളെ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഞാൻ നീ തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ നിന്റെ കണ്ണിൽ ദൈവം ആരുടെ കൂടെ ആയിരിക്കും? നിന്റെ കൂടെ ആയിരിക്കും. എന്റെ കണ്ണിലോ? എന്റെ കൂടെ ആയിരിക്കും. ഞാൻ ചിന്തിക്കുന്നത് ദൈവം എന്റെ കൂടാണ്. നമ്മൾ ഒരു കാര്യത്തിന് പേര് വഴക്കുണ്ടായി, ഞാൻ ചിന്തിക്കുന്നത് ദൈവം എന്റെ കൂടാണ്, നീ ചിന്തിക്കുന്നത് ദൈവം നിന്റെ കൂടാണ്. ശരിയല്ലേ പറയണേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് മനുഷ്യന് അവന്റെ തെറ്റൊന്നും കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നുമില്ല. അത് നമുക്ക് കർത്താവ് കാണിച്ചു തരണം. ഒരു കാര്യം ശരിയാണ്, തെറ്റാണ്, ഈ ചിന്തിക്കുന്നത് ശരിയാണ്, തെറ്റാണ്, ഇത് ദൈവം കാണിച്ചു തരണമെങ്കിൽ അത് ദൈവത്തിന്റെ വചനത്തിലൂടെ മാത്രമാണ് കർത്താവ് ഇത് ഇഴതിരിച്ച് കാണിച്ചു തരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് ശരീരത്തിൽ നിന്ന് വരുന്നത്, എന്താണ് മനസ്സിൽ നിന്ന് വരുന്നത്, എന്താണ് ആത്മാവിൽ നിന്ന് വരുന്നതെന്ന് വേർതിരിച്ചറിയാൻ മനുഷ്യനെ സഹായിക്കുന്ന ഒറ്റ ഇൻസ്ട്രുമെന്റ് ഈ ഭൂമിയിലുള്ളൂ. അതിന്റെ പേര് വചനം എന്നാണ്. അത് എബ്രായർ 4:12. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുമന വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെ നിയോഗങ്ങളെ കട്ട് ചെയ്ത് ഇത് ഏതാണ് മനസ്സിൽ നിന്ന് വരുന്നത്, ഏതാണ് ശരീരത്തിൽ നിന്ന് വരുന്നത്, ഏതാണ് ആത്മാവിൽ നിന്ന് വരുന്നത്, ഏതാണ് നിന്റെ സ്വാർത്ഥതയിൽ നിന്ന് വരുന്നത്, ഏതാണ് നിന്റെ അഹങ്കാരത്തിൽ നിന്ന് വരുന്നത്, ഏതാണ് നിന്റെ ഉള്ളിലെ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വരുന്നത്, ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ നമ്മുടെ മനുഷ്യന്റെ ചിന്തയ്ക്ക് പറ്റില്ല. ആർക്കേ പറ്റൂ? കർത്താവിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ അനുതാപം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് കർത്താവെ ഓരോ തവണ അങ്ങ് എന്നോട് സംസാരിക്കുമ്പോഴും എന്റെ ദൈവമേ അങ്ങ് എന്റെ ജീവിതത്തെ നവീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് ശരിക്കും നമ്മൾ കാണുന്നത് ഈ എന്താ പറയാ, യെശയ്യാ പ്രവചനത്തില് ഒരു വചനം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്. 57 എന്ന് വെച്ച് 57:15 വായിച്ച്. യെശയ്യാ 57:15. ദൈവം എങ്ങനെ ആരുടെ കൂടെ വസിക്കുന്നത് നമ്മൾ പറയാം. യെശയ്യാ 57:15 കിട്ടിയവര് ഒന്ന് ഉറക്ക വായിക്കുക. അത്യുന്നതനും ഉറക്കെ മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. ആരുടെ കൂടെ വസിക്കുന്നത്? അനുതാപികളുടെ ഹൃദയത്തെ, വിനീതരുടെ ആത്മാവിനെ. കണ്ടോ? അനുതാപവും എളിമയും. ആരുടെ കൂടെ ദൈവം വസിക്കുന്നത്? ആരുടെ കൂടെ ദൈവത്തിന്റെ പ്രവർത്തികൾ വരുന്നത്? നമ്മൾ ചിന്തിക്കണം. ഓരോ തവണ വചനം വായിക്കുമ്പോഴും ഇതെനിക്കറിയാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്, അങ്ങനെ ചിന്തിക്കരുത്, ബുദ്ധി കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യരുത്. മറിച്ച് ഇത് കർത്താവ് സംസാരിക്കുകയാണ്. എനിക്ക് എത്ര അറിയാവുന്നതാണെങ്കിൽ ഇതിനകത്തൂടെ എന്റെ ദൈവത്തിന് സംസാരിക്കാനുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഞാന് അതിഭയാനകമായ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് അത് ഭയാനകമാണെന്നില്ല, എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യം പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ ഭയാനകമായ ഒരു വേദനയിലൂടെ ഞാൻ കടന്നുപോയായിരുന്നു. അപ്പോ എനിക്ക് മനസ്സിലായി, എന്നെ കൊണ്ട് ഇത് എന്റെ മാനുഷിക ശക്തി കൊണ്ട് എനിക്ക് പറ്റില്ല, അത്രയും എനിക്ക് എന്റെ ഉള്ളിൽ വേദനയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കഥകളൊക്കെ അടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്റെ ദൈവമേ, ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ, കഴിക്കാനും വയ്യ. അങ്ങനെ ടെൻഷൻ വരുന്ന സമയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയില്ലേ? അപ്പൊ ഒരു സമാധാനമില്ല. അയ്യോ, തലയിലുള്ള ഒന്നിനും നമ്മളെ സഹായിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ്, ഒന്നും ചെയ്യാനൊരു സാധനമില്ല, മടുത്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണം, എന്റെ കർത്താവെ എന്നെ കൊണ്ട് പോയി എന്നെ സർവൈവ് ചെയ്യാൻ. ചിലപ്പോൾ എന്റെ ഹൃദയം പൊട്ടിപ്പോ അത്ര വേദന എന്റെ ഉള്ളിൽ ഇങ്ങനെ വരിക. ആ സമയത്ത് എനിക്ക് വീണ്ടും ഒന്ന് വചനം ഒന്ന് തുറക്കാൻ പ്രേരണ കിട്ടി. ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെയാണ്, എന്റെ ദൈവം എന്നോട് സംസാരിക്കും എന്ന് വിചാരിച്ച് അത്രയും പ്രതീക്ഷയോടെയാണ് ഞാൻ ബൈബിൾ തുറന്നത്. വലിയ നിരാശ എന്റെ ഉള്ളിലേക്ക് വന്നു. എന്താണെന്നറിയാം, എനിക്ക് കിട്ടിയത് ഇതാണ്. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല, സമസ്ത അവനിലൂടെ ഉണ്ടായി, അല്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എനിക്ക് ഭയങ്കര നിരാശ വന്നു. എന്താണ്? എന്നെ അലട്ടുന്ന പ്രശ്നവും ഇന്നും തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ ഓർത്തത് എന്റെ ദൈവം മകനെ
നീ ഭയപ്പെടണ്ട എന്നൊക്കെ എന്നോട് പറഞ്ഞാൽ ഞാൻ ഒന്ന് ഉഷാറായത്. പക്ഷെ അങ്ങനൊന്നും വരുന്നില്ല. അതിന് പകരം ആ ദൈവജനം ഉണ്ടായിരുന്നു, അല്ലെ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നതിന് കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഞാൻ വളരെ വളരെ നിരാശയോടെ ബൈബിൾ അടച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അകത്തു നിന്ന് കുറ്റപ്പെടുത്തി. എന്താ കുറ്റപ്പെടുത്തിയത്? സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നിന്നോട് സംസാരിച്ചിട്ട് നിനക്കത് വേണ്ടേ? പക്ഷെ എന്താ എന്നോട് സംസാരിച്ചേ? ആദ്യം ഡ്രൈ സ്റ്റേറ്റ്മെന്റ്സ് എന്ന ബൈബിൾ, ഡ്രൈ. എന്നാൽ എഫ്രായിം എന്റെ മത്സരപുത്രൻ, അതിനകത്തൊക്കെ കുറച്ച് ഇമോഷൻസ് ഉണ്ട്. ഇതിനകത്തൊന്നുമില്ല. വചനമുണ്ടായിരുന്നു, ദൈവത്തോടുകൂടിയായിരുന്നു, അവനിലൂടെ സമസ്തം സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ അവന് ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യൻ. എന്റെ ദൈവം എനിക്ക് വേണ്ടതൊന്നും ഇതിനകത്തില്ല എന്നാണ് എന്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചത്. അപ്പൊ കർത്താവ് എന്നെ കൺവിക്ട് ചെയ്തപ്പോ ഞാൻ വീണ്ടും തുറന്നിട്ട് ഞാൻ ആ മുൻവിധി മാറ്റി ഞാൻ വീണ്ടും അത് വായിച്ചു. വീണ്ടും അത് മനസ്സിരുത്തി വായിക്കുമ്പോ എന്നെ കർത്താവിനോട് സംസാരിച്ചല്ലേ, ഞാനത് ബൈപ്പാസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിരുത്തി വായിക്കുമ്പോ ഒരു ഭാഗം എത്തുമ്പോഴേക്കും എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാമെന്ന് അറിഞ്ഞൂടാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിന്റെ സമാധാനം എന്റെ ഉള്ളിലേക്ക് നിറയുകയും എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആകുലതകൾ മുഴുവൻ ഒരു സെക്കൻഡ് കൊണ്ട്, അതായത് ഈ വടം പൊട്ടിച്ച് സാംസൺ എഴുതിട്ട് വന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ബൈബിളില്. അതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ഞെരുക്കി വെച്ചിരുന്ന ഒരു അന്ധകാരത്തിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചിങ്ങനെ കയറി വരുന്ന ഒരു ബലം. ഇത് വായിച്ചപ്പോഴെന്നറിയാമോ? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ആ ഒറ്റ വാക്ക് ജീവിതത്തിൽ ഇന്ന് വരെ വായിച്ചപ്പോ ഉള്ളിൽ കയറാത്തൊരു സാധനം കയറി. അതായത് ഒരു ദൈവ പ്രവൃത്തിയെ തടയാൻ ഇരുട്ടിന് കഴിയില്ല, ഇരുട്ടിന് കഴിയില്ല, ഇരുട്ടിന് കഴിയില്ല. അതുകൊണ്ട് നീ ആകുലപ്പെടേണ്ട, ഇരുട്ടിന് പറ്റില്ല. മനസ്സിലാക്കണ്ടോ? അതായത് ഞാൻ ബൈപ്പാസ് ചെയ്ത് വിട്ടതാണത്. അതിനകത്ത് ഇപ്പൊ എന്തിരിക്കുന്നു വിചാരിച്ച്. പക്ഷെ അതിനകത്ത് സാധനം കിടക്കുന്നേ ഇരുളിന് കഴിയില്ലെന്ന്. ഒരു വെളിച്ചത്തെ തല്ലിക്കെടുത്താൻ ഇരുളിന് കഴിയില്ലെന്ന്. എന്തോരം ബലമാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നേ പറയുന്നത്? കളയരുത് ഒരു വചനത്തെ, വെറുതെ കളയരുത്. ഏത് വചനത്തിനോടാണ് ദൈവം എപ്പോഴും സംസാരിക്കുന്നത്? ചിലപ്പോ വംശാവലി വായിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ചിലർക്ക് അഭിഷേകം ഉണ്ടാകുവാണ്. നമ്മൾ ഒരു സാധനം കർത്താവ് സംസാരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിലാണ്. അവിടെ പറയാണ്, നമ്മൾ വായിച്ചത് 57:15 അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, വായിക്കാം. അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. വിനീതരുടെ കൂടെ, അനുതാപികളുടെ കൂടെ. ദൈവവചനം വായിക്കുന്ന സമയത്ത് എന്റെ കർത്താവിനോട് സംസാരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് തിരുത്താനുണ്ട് എന്ന അനുതാപത്തോടെ നമ്മൾ വായിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കൃപ കിട്ടും. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തില് പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. പ്രഭാഷകൻ 3:18. എളിമ, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. 1 പത്രോസ് 5:5. പത്രോസ് പുസ്തകം എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 പത്രോസ് 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാമോ? അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. എന്നോട് വായിച്ച്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത്
നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ എങ്ങനെ നിൽക്കണം? താഴ്മയോടെ നിൽക്കണം, താഴ്മയോടെ. അപ്പോഴാണ് ദൈവത്തിന്റെ. അപ്പൊ നമ്മൾ വചനം വായിക്കുന്ന സമയത്ത് കർത്താവെ അവിടുന്ന് എന്നോട് സംസാരിക്കുകയാണെന്നുള്ള ആ മനോഭാവത്തോടെ, ദൈവം സംസാരിക്കുന്നു എന്ന ചിന്തയിൽ വചനം വായിക്കാൻ ശ്രദ്ധിച്ചാൽ കുറെ കൂടി നമുക്ക് വചനം ഗ്രഹിക്കാൻ പറ്റും. 1 തെസ്സലോനിക്കർ 2 വാക്യം 13. 1 തെസ്സലോനിക്കർ അധ്യായം 2 വാക്യം 13 വായിക്കാം. ഞങ്ങളിൽ നിന്ന് 1 തെസ്സലോനിക്കർ 2:13 വായിക്കാമോ? ഞങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായി നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിന്റെ വചനമായിട്ടാണ്. ഇത് കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിന്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. തെസ്സലോനിക്കക്കാരോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് വചനം പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ മനുഷ്യർ പറഞ്ഞായിട്ടല്ല കേട്ടത്, വിശ്വാസികളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിന്റെ വചനമായിട്ടാണ് അത് നിങ്ങൾ സ്വീകരിച്ചത്. ഇങ്ങനെ വേണം നമ്മൾ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കാൻ വേണ്ടി. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 19, 20, 21. 2 പത്രോസ് അധ്യായം 1 വാക്യം 19, 20, 21. ഇങ്ങനെ പ്രവാചക 2 പത്രോസ് 1:19 വായിക്കാമോ? ഇങ്ങനെ പ്രവാചക വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രഭാതം പൊട്ടി വിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നത് വരെ, എന്ന് പറഞ്ഞാൽ കർത്താവ് വീണ്ടും വരുന്നത് വരെ എന്നാണ് പറയുന്നത്. പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നത് വരെ, ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ, ബൈബിളിലുള്ള വചനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. പുറകെ വായിക്കാം. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങളൊന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ സംസാരിച്ച കാര്യങ്ങളാണ് ദൈവവചനത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാൻ പോവാണ്. ഹോംവർക്ക് ഇതാണ്. നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ടത്, ബൈബിള് മറ്റു രീതിയിൽ വായിക്കുന്നുണ്ടെങ്കിൽ വായിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സാധിക്കുന്നിടത്തോളം ആദ്യം നിങ്ങൾ ബൈബിൾ വായന തുടങ്ങാൻ തീരുമാനിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഗൗരവമായിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം ഏതെങ്കിലും ഒരു സുവിശേഷം വായിക്കുക. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വായിക്കുക ആദ്യം. അതിനുശേഷം റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ വായിക്കുക. ഒറ്റ ദിവസം കൊണ്ടല്ല, പതുക്കെ റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ വായിക്കുക. വെളിപാട് പുസ്തകം അവസാനം വായിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് സുവിശേഷത്തിലേക്ക് വരണ്ട, റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ വീണ്ടും വായിക്കും. വീണ്ടും റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ വീണ്ടും വായിക്കും. ഇങ്ങനെ നിങ്ങൾ ഒരു 10-15 തവണ ഞാനീ പറഞ്ഞ പോലെ ഒരു സുവിശേഷം ആദ്യം വായിച്ചു തുടങ്ങാം. പിന്നെ റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ, വെളിപാട് വരെ ഒറ്റ സ്ട്രെച്ച് വായിക്കുക. പിന്നെ തിരിച്ചു വന്ന് റോമൻസ് ടു ജൂഡ് വായിക്കുക. വീണ്ടും തിരിച്ചു വരിക, റോമൻസ് ടു ജൂഡ്, വീണ്ടും തിരിച്ചു വരിക. ഇങ്ങനെ നിങ്ങൾ കുറെ തവണയൊന്ന് വായിക്കുക. എളുപ്പമാണ്, ഒത്തിരി കാലമൊന്നും എടുക്കില്ല. ഇങ്ങനെ വായിച്ച് ഒരു 10-15 തവണ നിങ്ങൾ ആ സൈക്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ തുടങ്ങിയ ദിവസം മുതൽ ഇത് തീരുന്ന ദിവസം വരെയുള്ള ജീവിതം എടുത്തിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം മുമ്പൊരിക്കലും വളർന്നിട്ടില്ലാത്ത വിധത്തിൽ വളർന്നിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെസ്റ്റ് ചെയ്തു.
നിങ്ങളുടെ വിശ്വാസം പിന്നെ ആരുടെ മുമ്പിലും തോക്കാത്തൊരു വിശ്വാസം. നിങ്ങളെ പിടിച്ച് താഴെ ഇടാൻ പറ്റില്ല. കാരണം അപ്പോഴേക്കും അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന ഒരു വിശ്വാസം നിങ്ങളിൽ പകരപ്പെട്ടിരിക്കും. ഞാൻ ഒരു സാക്ഷ്യം പോലെ പറയട്ടെ നിങ്ങളോട്, ഒരു സാക്ഷ്യം പോലെ. ഞാൻ റോമാലേഖനം പഠിപ്പിക്കുമ്പോഴോ അല്ലെ അപ്പോസ്തലന്മാരുടെ ഏതെങ്കിലും ഒരു ലേഖനം എഫേസ്യരെ പഠിപ്പിക്കുമ്പോഴോ എനിക്ക് ലിറ്ററലി പൗലോസ് അപ്പോസ്തലൻ അവിടെ വന്ന് നിൽക്കുന്നത് അനുഭവിക്കാൻ പറ്റും. അതായത് സെന്റ് പോൾ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പലപ്പോഴും എനിക്ക് കരച്ച് നടക്കാൻ പറ്റാത്ത സ്റ്റേറ്റിലായിട്ട്. അതായത് അപ്പോസ്തലന്മാർ വരും അവിടെ വരും. അവിടെ വന്നിട്ട് അവര് പറഞ്ഞു തരും ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചത്. പറഞ്ഞ ഹല്ലേലൂയ. അസാധാരണമായ ഒരു അനുഭവമാണ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളിത് ടെസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് മുമ്പ് ഒരിക്കലും വിശുദ്ധ കുർബാന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാവും. നിങ്ങൾ പള്ളി വന്ന് നിൽക്കുന്ന സമയത്ത് ഓരോ പ്രാർത്ഥനയും നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങും. കാരണം നിങ്ങൾക്കറിയാം ആ പ്രാർത്ഥനയുടെ മുഴുവൻ അടിസ്ഥാനമായ വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്കറിയാം എന്താ അത് ഉദ്ദേശിക്കുന്നത് നല്ലപോലെ മനസ്സിലാവും. അസാധാരണമായ ഒരു ദൈവിക സാന്നിധ്യം നിറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ചിട്ടയായ വചനവായന തുടങ്ങുക. ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്താൻ പോകുന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ്. നമുക്ക് മാറ്റം വരും. കർത്താവ് നമ്മൾ ഒത്തിരി 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 അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കും. കർത്താവിന്റെ വലിയ പദ്ധതികൾ നമ്മുടെ കുടുംബങ്ങളിൽ നിറവേറുകയും ചെയ്യും. നമ്മുടെ വചനത്തെ അത്രയും ഗൗരവമായിട്ട് എടുക്കാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ വരവേൽക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന. കർത്താവെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ ആരാധിക്കുന്നു. പുത്രനായ ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം. നമ്മുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ എല്ലാം ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയാൻ ആഗ്രഹിച്ച്, ദൈവത്തിന്റെ വലിയ കാലം നമ്മളെ വെളിപ്പെടാൻ ആഗ്രഹിച്ച് നമുക്ക് കർത്താവിനെ ആശീർവാദം സ്വീകരിക്കാം.
രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീക്കി പിടിച്ച് കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളോട്, ദേശത്തോട് കർത്താവെ സമയോട് കരുണയാവണമേ എന്ന് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് എത്രത്തോളം സ്വരം ഉയർത്തി കർത്താവിനെ വിളിക്കാം. എല്ലാ മക്കളും വിളിച്ച് യേശുവിനെ വിളിച്ച് കൺവെൻഷന് ശേഷം തിരികെ